ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റതാണ്. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ഇന്ന് നമ്മളിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനിതാ പുട്ടും കടലക്കറിയാണ്. അപ്പോൾ നമ്മളിന്നിതാ പൊടിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുകളിൽ നമുക്കിനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാമേ. പുട്ടുപാത്രത്തിൽ ഉണ്ടാക്കാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേക്കും ചാരു എഴുന്നേറ്റിട്ട് ഒരേ കരച്ചിലാണ്. അപ്പോഴേക്കും ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പുറത്തേക്ക് പോവുകയാണ് നോക്കാൻ വേണ്ടിയിട്ട്. കിച്ചു ഉറങ്ങുന്ന അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് നോക്കുകയാണേ. ഒന്നല്ല 2 ഹെലികോപ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. കടല വേണോ? അമ്മ തരാം കേട്ടോ. അപ്പോൾ ചാരുന് കടല വേണം പറയാനേ അവള്. മതിയോ ചാരു? കൊച്ചൂരി വേണോ? മതിയോ? ശരി. ചാരു നമ്മുടെ സെറ്റിൽ നിന്ന് കഴിച്ചോളൂ. കടല അടക്കുണ്ടോ? ചൂടുണ്ടോ ചാരു? അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായേ. അങ്ങനെ വേഗം നമ്മളിതാ കടലക്കറി റെഡിയാക്കി എടുക്കുകയാണേ. കടലക്കറി റെഡിയായി. ഇടിച്ചക്ക നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേവിക്കാൻ വെക്കുകയാണേ. അപ്പോൾ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അതിന് വേവിക്കാൻ വെക്കുകയാണേ. അപ്പോൾ പിള്ളേർക്ക് മുട്ട കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കുരുമുളക് പൊടി ഉപ്പിട്ടാൽ മാത്രമാണ് മുട്ട കഴിക്കുകയുള്ളൂ. പിന്നെ ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് അബാക്കസ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അതിന് കൊണ്ടുവിട്ടിട്ട് വേണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചാരുവിനെ അവിടെ എത്തിയപ്പോൾ തന്നെ അവൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ പോവാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ നോക്കിയിട്ട് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നുണ്ട് കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് സ്നാക്സ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോയതാണ്. അങ്ങനെ അവൾക്കൊരു മുട്ട പപ്സ് മേടിച്ചു കൊടുത്തു. അത് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു.